അപ്പം സംക്രാന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ പതിവുള്ള കാര്യമാണ് കേട്ടോ ഇത്. ഇതാ വീട് മുഴുവൻ അടിച്ചു വാരി വൃത്തിയാക്കി വീടിന് ചുറ്റും ചാണകം മെഴുകിയെടുക്കലാണ് കേട്ടോ പ്രധാന പരിപാടി. ഇതാ ഇവിടെ ഇപ്പം അമ്മയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ വീടിന്റെ മുറ്റമൊക്കെ ചാണകം മെഴുകിയതായതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതിവിടെ ചെയ്യുന്നത് പതിവാണേ. അപ്പോൾ വിഷു സംക്രാന്തി ഒക്കെ ആണെങ്കിൽ പറയേം വേണ്ടല്ലോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് ഇവർക്ക് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇതിങ്ങനെ ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചാണകം മാത്രമല്ല കേട്ടോ, അതിൻ്റെ കൂടെ കുറച്ച് കരിയും കൂടെ പൊടിച്ച് ചേർക്കുവേ. അപ്പോൾ ഇത് കാണുമ്പോൾ നല്ല എളുപ്പമാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ അടിപൊളി ഭംഗിയായിരിക്കും. പക്ഷേ ഇത് ഒരുപാട് കഷ്ടപ്പാടുള്ള പണിയാണ് കേട്ടോ. എത്ര കഷ്ടപ്പാടുള്ള പണിയാണെങ്കിലും ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഇവർക്കൊരു സമാധാനം കിട്ടൂല, അതാണ് സത്യം. പിന്നെ ഇത് അടുത്തൊരു കലാപരിപാടിയാണ്. ചായക്കടയിൽ നിന്ന് പോയിട്ട് ഒരു ഗ്ലാസ് ചായ. ഇതൊരു ഗ്ലാസ് ചായ ഇവിടെ എല്ലാ പരിപാടിക്കും കൊണ്ടുവെക്കാറുള്ളതാണ് കേട്ടോ. എന്താ എങ്ങനെയാണെന്നൊന്നും ചോദിക്കരുത്, പക്ഷേ ഇതിങ്ങനെയാണ്. പിന്നെ ഇവിടെ സംക്രാന്തിക്ക് നോൺ വെജ് ഒന്നും വാങ്ങൂല കേട്ടോ. സാമ്പാറും ഉപ്പേരി അങ്ങനത്തെ ഒക്കെ ആയിരിക്കും. കാട്ടുകോഴിക്ക് എന്ത് സംക്രാന്തി എന്ന് പറയുന്ന പോലെ വയനാട്ടിൽ നിന്ന് വന്ന് എനിക്ക് ഇതൊന്നും ശീലമുള്ള കാര്യമായിരുന്നില്ല. പിന്നെ അതൊക്കെ അങ്ങ് ഓക്കെ ആയി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അകത്ത് കുറേ പരിപാടി ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ, മുളക് പൊടീൻ്റെയും മല്ലിപ്പൊടീൻ്റെയും കുപ്പിയൊക്കെ തുടച്ച് വൃത്തിയാക്കി അങ്ങനെ അലമാരയൊക്കെ ഒതുക്കി പെറുക്കി വെക്കലായിരുന്നു എൻ്റെ പണി. അങ്ങനെ എല്ലാം കൂടെ കുറച്ച് നേരമൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇതുപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല, ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പഴയതുപോലെ ആവും. പിന്നെ ഗ്യാസിന്റെ ബർണർ കത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ കുട്ടിയോനും കൂടെ കുറേ നേരം അതിൽ കിടന്ന് പണിപെട്ടു, എവിടെ ഒന്നും നടന്നില്ല. നമ്മുടെ വീട്ടിലുള്ള പൂജാമുറിയുടെ തറയും ചാണകം മെഴുകിയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെ വിഷുവൊക്കെ ആയതുകൊണ്ട് അവിടെയും കൂടെ നല്ലോണം ചാണകമൊക്കെ മെഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വീടിന് ചുറ്റും ചാണകമൊക്കെ മെഴുകിയിട്ട് അവിടെ എങ്ങാനും ചെരുപ്പിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മയുടെ വായന നല്ലത് കേൾക്കും. അതുകൊണ്ട് ആ കാര്യത്തിൽ എപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര ശ്രദ്ധയായിരിക്കും. പിന്നെ ഇത് അച്ചമ്മ വന്നു കേട്ടോ കുറച്ചു നേരം വർത്താനം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ പച്ച കുത്തിയ കഥകളും പണ്ടത്തെ ഓരോ കഥകളാണ് കേട്ടോ പറയുന്നത്. വയസ്സായി വരുന്തോറും അച്ചമ്മയ്ക്ക് ഇപ്പോൾ തീരെ ചെവിയൊന്നും കേൾക്കൂല കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പറയുന്നത് ഒട്ടും പന്തിയുള്ള കാര്യമല്ല. അതുകൊണ്ട് അച്ചമ്മ ഇങ്ങോട്ട് പറയുന്ന കഥകളൊക്കെ കേട്ടിരിക്കുക. അച്ചമ്മയുടെ കയ്യിൽ ഇതാ ഒരുപാട് പച്ച കുത്തിയിട്ടുണ്ട്. മീനുണ്ട്, അതുപോലെ തന്നെ പിന്നെന്താ മെത്തയോ അങ്ങനെ എന്താണ് കേട്ടോ അച്ചമ്മ പറയുന്നത്. അതെന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അച്ചമ്മേൻ്റെ കയ്യിലൊക്കെ ഒരുപാട് ചുളിവുകളൊക്കെ വന്നതുകൊണ്ട് തന്നെ അതെന്താന്ന് കറക്റ്റ് മനസ്സിലാവുന്നില്ല. എന്തായാലും കാണാൻ അടിപൊളിയാണ് കേട്ടോ. എന്തൊക്കെയോ ചിത്രപ്പണികൾ പോലെയാണ് ഉള്ളത്. അപ്പം അച്ചമ്മ പറയാണ് കേട്ടോ സൂചി കൊണ്ടാണ് കുത്തുക. അപ്പം ഞങ്ങളിങ്ങനെ ആലോചിക്കുക, എൻ്റെ ദൈവമേ ഇത്രത്തോളം കുത്താൻ വേണ്ടിയിട്ട് അച്ചമ്മ എത്രത്തോളം വേദന സഹിച്ചിട്ടുണ്ടാവുമെന്ന്. അച്ചമ്മ ഇങ്ങനെ പറയാണ്, പണ്ട് വീടുകൾ തോറും ഇങ്ങനെ ഓരോരുത്തർ വരും പച്ച കുത്തുന്ന ആൾക്കാർ. അങ്ങനെ അവർ വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ പച്ചയൊക്കെ കുത്തിയിട്ടുള്ളത്. എന്തായാലും നമ്മളെ കൊണ്ടല്ല, എന്തായാലും എന്നെ കൊണ്ട് ഇത് പറ്റൂല. പിന്നെ അച്ചമ്മ പണ്ടത്തെ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി കേട്ടോ. ഇപ്പോഴത്തെ മക്കൾക്ക് എന്താ ഒരു സ്വിച്ച് ഇട്ടാൽ മതിയല്ലോ, കറണ്ട് വരും, വെള്ളം വരും, തേങ്ങ അരയ്ക്കണ്ട, അരി അരയ്ക്കണ്ട എന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. പണ്ടവർ വെള്ളം കോരാൻ വേണ്ടിയിട്ട് കിലോമീറ്ററുകളോളം നടന്ന കഥയൊക്കെ അച്ചമ്മ പറഞ്ഞു കേട്ടോ. അങ്ങനെ കഥയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് നമുക്ക് നല്ല ഇടിച്ചക്ക ഉപ്പേരിയും അതുപോലെ തന്നെ വറുത്തരച്ച സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെച്ചതുകൊണ്ട് പറയല്ല, അന്ന് വെച്ച സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് അനിയൻ്റെ വക ഒരു സ്പെഷ്യൽ ചമ്മന്തി, ഉള്ളിയും മുളക് പൊടിയും വെളിച്ചെണ്ണയും പുളിയും ഒക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ലാസ്റ്റ് കുറച്ചും കൂടെ ചോറിട്ടിട്ട് അതും കൂടെ കഴിച്ചു. നമ്മൾ എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അവനായിട്ട് അവൻ്റേതായ ഒരു സ്പെഷ്യൽ അവസാനം അവൻ ഉണ്ടാക്കും. അതിന് നല്ല ടേസ്റ്റും ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഉച്ചയ്ക്കത്തെ ശാപ്പാടടി അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഇത് അച്ചമ്മയും കൊച്ചുമോനും കൂടെ കുറച്ചു നേരം പാട്ടൊക്കെ പാടുമായിരുന്നു കേട്ടോ. ഉടുക്കൊക്കെ കൊട്ടിയിട്ട് അച്ചമ്മയ്ക്ക് കുറേ പാട്ടറിയായിരുന്നേ. ഇപ്പോൾ വയസ്സൊക്കെ ആയതുകൊണ്ട് മറവിയും കൂടി ആയതുകൊണ്ട് പാട്ടൊക്കെ മറന്നുപോയി. എന്നാലും കുറച്ചൊക്കെ പാടും, കേൾപ്പിച്ചു തരാം. അങ്ങനെ സമയം വൈകുന്നേരമായിട്ടുണ്ട് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് വിഷുവിൻ്റെ അന്നത്തേക്ക് രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഉണ്ണിയപ്പത്തിനും നെയ്യപ്പത്തിനും അതുപോലെ തന്നെ കലത്തപ്പത്തിനും ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ വൈകുന്നേരം അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ എണീക്കുമല്ലോ, അപ്പോഴാണ് കേട്ടോ ഇത് ഉണ്ടാക്കുക. ഉണ്ണിയപ്പം നെയ്യപ്പം ഒക്കെ വൈകുന്നേരത്തേക്ക് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കലത്തപ്പം കൂടി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ, ഒരു മുറത്തിൽ പപ്പടവും തേങ്ങാപ്പൂളും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ കലത്തപ്പവും വെച്ചിട്ട് നമ്മൾ തറവാട്ട് വീട്ടിലും ഇതുപോലെ തന്നെ ഒരു വിളക്കൊക്കെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന വീട്ടിലും അതുപോലെ തന്നെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ വന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൂത്തിരിയും പടക്കവും പൂക്കുറ്റിയൊക്കെ കത്തിച്ചിട്ടോ കുറേ നേരം. സാധാരണ ചേട്ടൻ മാഹിന്നും പടക്കമൊക്കെ കൊണ്ടുവരാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എന്തോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ടൗണിൽ നിന്ന് തന്നെയാണ് പടക്കമൊക്കെ വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു വിളക്ക് കണ്ടോ, ഇത് ഏതോ പുരാതന കാലത്തുള്ള വിളക്കാണ് കേട്ടോ. ഒന്നുമില്ല, സാധാരണ നമ്മുടെ ചിമ്മിണി വിളക്ക് തന്നെയാണ്. അതൊരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ വെച്ച് പ്രാർത്ഥിച്ചല്ലോ നമ്മുടെ കലത്തപ്പവും പപ്പടവും തേങ്ങാപ്പൂളും ഒക്കെ, അത് പിന്നെ എല്ലാവർക്കും നമ്മൾ വീതിച്ച് കൊടുത്തിട്ട് അത് കഴിക്കുകയാണ് ചെയ്യുക. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ എച്ചിലാക്കാതെ, അതായത് ഉപ്പൊന്നും നോക്കാതെയാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുക, ഈ കലത്തപ്പമൊക്കെ. അതുകൊണ്ട് മധുരം ഉണ്ടോയെന്നൊന്നും നമുക്ക് ആദ്യം നോക്കാൻ പറ്റില്ല. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, അത് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും കറക്റ്റ് ആയിരിക്കും എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രസാദം. തറവാട്ടിൽ അങ്ങനെ ആരും ഇല്ല, അച്ഛമ്മയും വലിയച്ഛനും മാത്രം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് അവിടെ പടക്കൊക്കെ പൊട്ടിച്ചിട്ടാണ് നമ്മൾ താഴെ നമ്മളെ വീട്ടിലേക്ക് പോവുക.
പിന്നെ ഇതാ വിളക്ക് അവിടെ തന്നെ അങ്ങനെ തന്നെ വെക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കൊക്കെ പോയിട്ട് കുറേ നേരം പഴക്കമൊക്കെ കത്തിച്ചു, പൂത്തിരിയൊക്കെ. അങ്ങനെ ഞാൻ ഇതാ പൂത്തിരി കത്തിച്ചു. എനിക്ക് പൂത്തിരി കത്തിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം എൻ്റെ പേര് എഴുതണം. അതെനിക്ക് കുഞ്ഞുനാൾ മുതലേ ഉള്ള ശീലമാണ്. അപ്പോൾ ഇതെൻ്റെ ക്യാമറാമാൻ നല്ല അടിപൊളി ക്യാമറമാൻ ആയതുകൊണ്ട് നിങ്ങൾക്കൊന്നും കാണുന്നില്ലല്ലോ. അങ്ങനെ പൂത്തിരിയൊക്കെ കത്തിച്ച് പേരെഴുതിയ സംതൃപ്തിയോടെ ഞാൻ പോയി കിടന്നുറങ്ങി. അവർ കുറേ നേരം ഇരുന്ന് കത്തിച്ചിട്ട് എനിക്ക് നാളെ രാവിലെ എണീറ്റ് കുറേ പണിയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വിഷു സംക്രാന്തി വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.